പുതുയുഗയാത്ര സമാപിക്കുന്നതോടെ UDF-ലെ സീറ്റ് വിഭജനം അന്തിമമാക്കാനുള്ള ചർച്ച പുനരാരംഭിച്ച് കോൺഗ്രസ്. 10 സീറ്റിൽ മത്സരിക്കുന്ന കേരള കോൺഗ്രസിൽ നിന്ന് ഇടുക്കി, കുട്ടനാട് സീറ്റുകൾ ഏറ്റെടുക്കാനാണ് കോൺഗ്രസിലെ ധാരണ. ഇതിനിടെ അമ്പലപ്പുഴ സീറ്റിൽ അവകാശവാദം ഉന്നയിച്ച് KPCC വൈസ് പ്രസിഡന്റ് A. ഷുക്കൂർ രംഗത്തെത്തി. സീറ്റ് വിഭജനം പൂർത്തിയാക്കുന്നതിനായി UDF-ലെ ഘടകകക്ഷികളുമായി കോൺഗ്രസ് നേരത്തെ തന്നെ ചർച്ച തുടങ്ങിയിരുന്നു. അന്തിമ തീരുമാനമെടുക്കുന്നതിന് വേണ്ടിയാണ് ഇന്നു മുതൽ വീണ്ടും ചർച്ച പുനരാരംഭിച്ചിരിക്കുന്നത്. വൈകുന്നേരം കേരള കോൺഗ്രസുമായി നടക്കുന്ന ചർച്ചയിൽ ഇടുക്കി, കുട്ടനാട് സീറ്റുകൾ വേണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെടും. കുട്ടനാട് സീറ്റുമായി ബന്ധപ്പെട്ടുള്ള ആക്ഷേപങ്ങളും ശ്രദ്ധയിൽപ്പെടുത്തും. കേരള കോൺഗ്രസിന് 8 സീറ്റ് നൽകാനാണ് കോൺഗ്രസിന്റെ താൽപര്യം. മുസ്ലിം ലീഗുമായി നേരത്തെ തന്നെ സീറ്റെണ്ണത്തിൽ ധാരണയായിട്ടുണ്ട്. സീറ്റുകൾ വെച്ചുമാറുന്നതിലാണ് അന്തിമ തീരുമാനം ഉണ്ടാകേണ്ടത്. തിരുവമ്പാടി സീറ്റ് ലീഗിൽ നിന്ന് കോൺഗ്രസ് ഏറ്റെടുക്കും. കോൺഗ്രസ് മത്സരിച്ചിരുന്ന പട്ടാമ്പി സീറ്റ് ലീഗിന് വിട്ടുകൊടുക്കും. കോങ്ങാടും ബാലുശ്ശേരിയും തമ്മിലും വെച്ചുമാറും. സീറ്റ് വിഭജനം പൂർത്തിയായാലുടൻ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് ലീഗിന്റെ തീരുമാനം. തങ്ങൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളായിരിക്കും മുസ്ലിം ലീഗ് പ്രഖ്യാപിക്കുക എന്നുള്ളത്. ആരൊക്കെയാണ് മത്സരിക്കാൻ പോകുന്നുള്ളത് ഇപ്പോൾ ആർക്കും ഒരു വ്യക്തതയില്ല. അത് പ്രഖ്യാപിക്കുമ്പോൾ മാത്രമേ അറിയുള്ളൂ. ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഉണ്ടാവും. ജയസാധ്യതക്കാണ് മുൻതൂക്കം. സ്ഥാനാർത്ഥി നിർണയ ചർച്ച ആരംഭിച്ചതോടെ കോൺഗ്രസിൽ ഭിന്നസ്വരങ്ങൾ ഉയർന്നു തുടങ്ങി. അമ്പലപ്പുഴ സീറ്റിനെ ചൊല്ലിയാണ് തർക്കം. അമ്പലപ്പുഴയിൽ M. ലിജുവിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിനെതിരെ രമേശ് ചെന്നിത്തലയോടൊപ്പം നിൽക്കുന്ന A. ഷുക്കൂറാണ് വിമർശനം ഉന്നയിച്ചത്. എനിക്ക് മത്സരിക്കണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്, ഇല്ലാതില്ല. കാരണം ഞാൻ 2011 മത്സരിച്ചതിന് ശേഷം മത്സരിച്ചിട്ടില്ല. നിരന്തരമായി തോൽക്കുന്ന ആളുകളും നിരന്തരമായി മത്സരിക്കണമെന്നുള്ള ആഗ്രഹമുള്ള കൂട്ടത്തിൽ ഞാൻ ഇതുവരെ പെട്ടിട്ടില്ല. എനിക്ക് ഇത്തവണ സീറ്റ് ലഭിക്കുമെന്നുള്ള ഒരു ഉത്തമ വിശ്വാസം എനിക്കുണ്ട്. ആറന്മുളയിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് അബിൻ വർക്കിയെ സ്ഥാനാർത്ഥിയാക്കുന്നതിനെതിരെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. കോൺഗ്രസ് പ്രവർത്തകരുടെ പേരിലാണ് പത്തനംതിട്ട ടൗണിലും പ്രസ് ക്ലബ് പരിസരത്തും പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. വൈക്കത്ത് ദളിത് ചിന്തകൻ സണ്ണിയം കപ്പക്കാടിനെ സ്ഥാനാർത്ഥിയാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് വൈക്കം തലയോലപ്പറമ്പ് ബ്ലോക്ക് കമ്മിറ്റികൾ പ്രമേയം പാസാക്കി. തൃക്കരിപ്പൂർ സീറ്റിനെ ചൊല്ലിയും UDF-ൽ തർക്കമുണ്ട്. സീറ്റ് ഏറ്റെടുക്കണമെന്ന് DCC നേതൃയോഗങ്ങളിലും ബ്ലോക്ക് കമ്മിറ്റികളിലും പ്രമേയം കൊണ്ടുവന്നു. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.